നോർത്ത് അമേരിക്കയിൽ USA പല സ്റ്റേറ്റ്സിലും കാനഡയിലുമൊക്കെ 2 ദിവസം മുമ്പേ ഹെവി സ്നോ ഷവർ ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ താമസ സ്ഥലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡും അതിനുശേഷം വരുന്ന ഹൈവേയുടെ കാഴ്ചകളുമാണ്. നിലം മുഴുവനും സ്നോ ആണ്. അതുകൂടാതെ വീട്ടിൻ്റെ റൂഫുകളും ഒക്കെ സ്നോ കൊണ്ട് മൂടിയിട്ടാണ് കിടക്കുന്നത്. ഇത് മുൻഭാഗത്തുള്ള കാഴ്ചകളാണ്. വീടുകളുടെ റൂഫുകളൊക്കെ കംപ്ലീറ്റ് സ്നോ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലത്ത് വണ്ടി വന്നിട്ട് ധാരാളം സ്നോ കൂട്ടിയിരിക്കുന്നതായിട്ട് കാണാനൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയാൽ പുറത്തിറങ്ങാനൊക്കെ വളരെ വിഷമം പിടിച്ച ഒരവസ്ഥയിലായിരിക്കും. കണ്ടോ, വണ്ടിയുടെ മുകൾ ഭാഗം സ്നോ കൊണ്ട് മൂടിയിരിക്കുന്നു. ആ മരത്തിൻ്റെ മുകളിൽ സ്നോ കിടക്കുന്നത് കാണാൻ എത്ര രസകരമാണ്. ഇത് കാർ പോർച്ചിൻ്റെ മുൻഭാഗമാണ്. വണ്ടികൾ പോകാനും വരുവാനും ഞങ്ങളത് ഡെയിലി വൃത്തിയാക്കാറുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ തുറന്നാൽ മുന്നിൽ ഇങ്ങനെയാണ്.
കാനഡയിലാണെങ്കിൽ വർഷത്തിൽ 4-5 മാസം സ്നോഫോൾസ് ഉണ്ടാവാറുണ്ട്. അതിനാൽ പ്രീക്കോഷൻസ് എല്ലാവരും എടുക്കും. USA-യിൽ പല സ്ഥലത്തും ഇപ്രാവശ്യം ഇങ്ങനെയുള്ള ഒരവസ്ഥ ആദ്യമായിട്ടായതിനാൽ അവിടെ ആളപായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. സീ യു സൂൺ.